തനുരുചി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവിൽ കൊണ്ട് വടയുണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അവിലൊന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിനകത്തെ അഴുക്കും പൊടിയെല്ലാം ഒന്ന് കളഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ അവിലൊന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ ഈ അവിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ അവിൽ നന്നായിട്ട് കുതിർന്ന് വരും. നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനൊരു പരുവത്തിലാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം അവിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പൊടിഞ്ഞ് വരുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പച്ചക്കറികളായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് കരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരല്പം പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചില പൊടികൾ കൂടി ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിക്കുന്ന പൊടിയായാലും മതി, വറുത്തതോ വറുക്കാത്തതോ അതൊന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് വീർത്ത് വരാനായിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് നനവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനകത്തേക്ക് അല്പം കൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ടൈറ്റ് ആക്കി എടുക്കണം. നമുക്കൊരു വട പോലെ ആക്കി എടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം വെച്ച് നനച്ച് ഇതിനെ പാകത്തിലാക്കണം. ഞാനിതിലേക്ക് ജീരകം ഇടാൻ വിട്ടുപോയി. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ കുഴയ്ക്കുകയാണ്. എനിക്കിപ്പോൾ ഏതാണ്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് എൻ്റെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് ഇതിനെടുക്കുകയാണ്. നമ്മൾ നന്നായി കുഴച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇനി വടകളുടെ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ എല്ലാ വടകളും ചെയ്ത് മാറ്റാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ ഈ വടകളെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ വടകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 2 വശം നന്നായിട്ടിത് വറുത്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇത് അധികം വെളിച്ചെണ്ണയൊന്നും ഇതിന് വേണ്ട. നമ്മൾ വെളിച്ചെണ്ണ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും ഇത് അധികം വെളിച്ചെണ്ണയൊന്നും കുടിക്കില്ല. നമുക്ക് 2 സൈഡ് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഇട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കണം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. പോലെ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പം ഞാൻ ഈ വടകളൊക്കെ ഇനി എടുത്ത് മാറ്റി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്ത് എടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. Thank you.